ഇന്ത്യൻ സിനിമാ ലോകത്ത് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നിറഞ്ഞു നിന്ന വാർത്തകളിൽ ഒന്നായിരുന്നു വിറോഷ് മാരേജ്. അതായത് നമ്മുടെ വിജയ് ദേവരകൊണ്ടയും രശ്മിക മന്ദാനയുടെയും കല്യാണം. അപ്പൊ കുറെ നാളുകളായിട്ട് ഇതിങ്ങനെ എന്താ പറയാ ഒരു ഗോസിപ്പ് പോലെ ഇവർ തമ്മിൽ പ്രണയത്തിലാണ്, ഇവര് വിവാഹം കഴിക്കുമെന്ന് പറഞ്ഞ് കുറച്ച് വർഷങ്ങളായി ഇതിനെക്കുറിച്ചുള്ള വാർത്തകളൊക്കെ നിറഞ്ഞു നിൽക്കാൻ തുടങ്ങിയിട്ട്. പക്ഷെ അപ്പോഴൊന്നും ഇവര് ഓപ്പൺ ആയിട്ട് ഇവരുടെ ഒരു ബന്ധത്തെക്കുറിച്ച് പറഞ്ഞിരുന്നില്ല. ഇവരൊരു സുഹൃത്തുക്കൾ എന്ന രീതിയിൽ മാത്രമേ സംസാരിച്ചിരുന്നു. രണ്ടുപേരും എന്താ പറയുക ഭയങ്കര ഫാൻ ഫോളോയിങ്ങളാണ്. വിജയ് ദേവരകൊണ്ട നമുക്കറിയാം തെലുങ്കിലെ ഇന്നത്തെ ഒരു മുൻനിര നായകന്മാരിൽ ഒരാളാണ്. രശ്മികയാണെങ്കിൽ എല്ലാ ഭാഷയിലും, അത് തെലുങ്കിലും തമിഴിലും കന്നഡയിലും പിന്നെ ഹിന്ദിയിൽ വരെ നമുക്ക് അനിമൽ എന്ന് പറയുന്ന ഒരു വലിയൊരു പാൻ ഇന്ത്യൻ ഹിറ്റായ ഒരു സിനിമയാണ്. ആ ഒരു സിനിമയിലൊക്കെ നായികയായിട്ട് അതൊക്കെ നിറഞ്ഞു നിന്ന ഒരു എന്താ പറയുക ഒരു അഭിനേത്രിയാണ്. അപ്പൊ ഇപ്പൊ ഇവരുടെ ഒരു കല്യാണം കഴിഞ്ഞതും ഒക്കെ ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച്, അതായത് ആ ഒരു കല്യാണത്തോടനുബന്ധിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ വീണ്ടും പൊന്തി വന്നിരിക്കുകയാണ്. അതിലൊന്ന് നിങ്ങൾ പലവർക്കും അറിയുന്ന പോലെ രക്ഷി ഷെട്ടിയുടെ പേരാണ്. അപ്പോൾ കുറെ ട്രോളുകൾ ഞാൻ കണ്ടു. അതിൽ കുറച്ച് തമാശയായിട്ട് ചിരിച്ച് എന്താ പറയുക ചിരിച്ച് തള്ളാവുന്ന കുറച്ച് ട്രോളുകളുണ്ട്. എന്നാൽ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഒരു സൈബർ അറ്റാക്ക് എന്നൊക്കെ പറയുന്ന രീതിയിലോട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അത് എന്ന് പറയുന്നത് ഇവരുടെ ഒരു രശ്മികയുടെ ഒരു അഭിനയം തുടങ്ങുന്നത് ശരിക്കും കന്നഡയിലാണ്. രശ്മിക ശരിക്കും ഒരു കന്നഡക്കാരിയാണ്. കന്നഡ അവിടുന്ന് മോഡലിംഗ് ഒക്കെ വന്ന് പിന്നീട് കന്നഡ ഒരു സിനിമയിലൂടെയാണ് അവരുടെ ഒരു തുടക്കം എന്ന് പറയുന്നത്. അപ്പൊ ഇവര് ക്രിക്ക് പാർട്ടി എന്ന് പറയുന്ന ഒരു സിനിമ നമ്മളെ പറയാം, ഈ ഷെട്ടി ഒരു ഗ്യാങ് എന്ന് പറയുന്നതാണ്. അപ്പൊ കന്നഡ സിനിമയെ തന്നെ വേറൊരു ലെവലിലോട്ട് കൊണ്ടെത്തിച്ച ഒരു രണ്ട് സിനിമ എന്ന് പറയാം. കഴിഞ്ഞ ഒരു 5 വർഷം അല്ലെങ്കിൽ ഒരു 6 വർഷം എടുത്തു കഴിഞ്ഞാൽ കന്നഡ സിനിമയ്ക്ക് വന്നൊരു മാറ്റം, അതിൽ പ്രധാനമായിട്ടും വന്നിരിക്കുന്ന എന്താ പറയാ അതിലൊരു ഇത് കൊണ്ടുവന്നിരിക്കുന്നത് ഒന്ന് KGF ആണ്, മറ്റൊന്ന് കാന്താര സീരീസ് ആണ്. ഈ കാന്താര സീരീസ് എന്ന് പറയുന്നത് നമ്മൾ ആ ഒരു ഷെട്ടി ഗ്യാങ് അവര് മുമ്പേ ഉണ്ട്. ഒരു 2010 മുതലേ അവര് സിനിമയിലോട്ട് വന്നവരാണ് ഇവരൊക്കെ. അന്ന് മുതൽ ഇവർ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. കന്നഡ സിനിമയിൽ വ്യത്യസ്തമായിട്ട് സിനിമകൾ ഇവർ കൊണ്ടുവരുന്നുണ്ട്, ഹിറ്റുകളുണ്ട്. പക്ഷേ ഒരു പാൻ ഇന്ത്യ ലെവലിലോട്ട് എത്തിയത് കാന്താരയാണ്. അതിൽ നമുക്ക് ഋഷഭ് ഷെട്ടി എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. ഇവരുടെ ഒരു ഗ്യാങ് ആണ് ഋഷഭ് ഷെട്ടി, രക്ഷി ഷെട്ടി, രാജ്ബി ഷെട്ടി, അങ്ങനെ ഒരുപാട് പേരുണ്ട്. എന്നാൽ ഷെട്ടി ഗ്യാങ് എന്ന് പറഞ്ഞ ഒന്നുമില്ല എന്ന് പറയുന്ന അവരെ എന്താ പറയാ അവരെ തള്ളുന്ന, നമുക്ക് പുച്ഛിച്ച് തള്ളാന്ന് പറയാൻ പറ്റില്ല എങ്കിൽ അവരെ വലിയ കാര്യമായിട്ട് തള്ളുന്ന ഒരു വിഭാഗവും കന്നഡ സിനിമയിലുണ്ട്. എന്തായാലും ഋഷഭ് ഷെട്ടി ചെയ്തൊരു സിനിമയായിരുന്നു ക്രിക്ക് പാർട്ടി എന്ന് പറയുന്നത്. അതിൽ രക്ഷി ഷെട്ടി ആയിരുന്നു നായകൻ. ആ ഒരു സിനിമയിലൂടെയാണ് രശ്മിക ആദ്യമായിട്ട് നായികയാവുന്നത്. ഒരു കന്നഡ സിനിമയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നീട് പുനീത് രാജ്കുമാറിന്റെ സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. പുനീത് രാജ്കുമാറിന്റെ ഒരു സിനിമയിലെ മെയിൻ നായകൻ കൊണ്ട് രണ്ടാമത്തെ സിനിമ തന്നെ പുനീത് രാജ്കുമാറിന്റെ ഒരു സിനിമയായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഇവർ തെലുങ്കിൽ പോകുന്നത്. തെലുങ്കിൽ പോയിട്ട് തെലുങ്കിൽ ആദ്യം ഒരു സിനിമ ചെയ്തിരുന്നു, ചലോ എന്ന് പറയുന്ന ഒരു സിനിമയായിരുന്നു. അതായത് ഒരു ഡെബ്യൂട്ട് മൂവി. എനിക്ക് തോന്നുന്നില്ല നാഗശൗര്യ എന്ന് പറയുന്ന നടനായിരുന്നു അഭിനയിച്ചത്. അത് കഴിഞ്ഞിട്ടാണ് അവര് വിജയ് ദേവരകൊണ്ടയുടെ നായികയായിട്ട് ഗീതാ ഗോവിന്ദം എന്ന് പറയുന്ന ഒരു സിനിമ. ഗീതാ ഗോവിന്ദം തെലുങ്ക് സിനിമയിൽ വലിയൊരു ട്രെൻഡ് ആയതായിരുന്നു. അതിലെ പാട്ടുകളൊക്കെ നമ്മൾ ഇപ്പോഴും നമുക്കറിയാം. പാട്ട് കേട്ടാൽ നമുക്കറിയാം ആ ഒരു സിനിമ. പലർക്കും ആ ഒരു സിനിമയിലെ പാട്ടാണെന്ന് അറിയുന്നുണ്ടാവില്ല. പക്ഷെ എങ്കിൽ പോലും വിജയ് ദേവരകൊണ്ടയ്ക്കും എനിക്ക് തോന്നുന്നു നായകൻ എന്ന രീതിയിൽ സോളോ ഹീറോ ആയിട്ട് കിട്ടിയ ഏറ്റവും വലിയ ഹിറ്റായിരുന്നു. കാരണം 5 കോടി ബഡ്ജറ്റിൽ 132 കോടി രൂപ കളക്ട് ചെയ്ത ഒരു സിനിമയായിരുന്നു ഈ പറയുന്ന ഗീതാ ഗോവിന്ദം എന്ന് പറയുന്നത്. അത് ഒരു വലിയൊരു, കാരണം 5 കോടിക്ക് 130 എത്രയോ ഇരട്ടിയാണ് അത് കളക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിലൂടെ തന്നെയാണ് ഇവർ തമ്മിൽ ഒരു ഭയങ്കര ഒരു ബോണ്ടിങ് ആയിരുന്നു. ഇത് കഴിഞ്ഞിട്ട് പിന്നീട് ഡിയർ കോമ്രേഡ് എന്ന് പറഞ്ഞ സിനിമ വിജയ് ദേവരകൊണ്ട തന്നെ, അതിലും രശ്മിക തന്നെ അഭിനയിച്ചത്. ഇത് കഴിഞ്ഞ ഇതിന്റെ ഇടയ്ക്കാണ്, അതായത് 2017 തന്നെ ഈ പറയുന്ന രക്ഷി ഷെട്ടിയായിട്ട് ഒരു എൻഗേജ്മെന്റ് ഒക്കെ അനൗൺസ്മെന്റ് ഒക്കെ നടത്തിയിരുന്നു. എനിക്ക് തോന്നുന്നു ഇപ്പൊ അവരുടെ കല്യാണം കഴിഞ്ഞപ്പോൾ വീണ്ടും ഇത് കുത്തിപ്പോക്കുന്നതാണ്. അന്ന് ഇവര് രക്ഷി ഷെട്ടീനെ സ്റ്റേജിൽ നിർത്തിക്കൊണ്ട് രക്ഷി ഷെട്ടിക്കിനെ ഭയങ്കര കാര്യമായിട്ട് സംസാരിക്കുന്നൊക്കെ ഉണ്ട്. അത് കണ്ട് എനിക്ക് തോന്നുന്നു ഇവർ 2017 ഒരു എൻഗേജ്മെന്റ് നടന്നില്ലെന്ന് തോന്നുന്നു. എൻഗേജ്മെന്റ് അനൗൺസ് ചെയ്തു. പക്ഷെ വിത്തിൻ ഫ്യൂ മന്ത്സ്, കുറച്ച് മാസങ്ങൾക്കുള്ളിൽ തന്നെ ആ എൻഗേജ്മെന്റ് ഒരു ഡ്രോപ്പ്. ഇവർ പറഞ്ഞു ഞങ്ങൾ സഹകരിച്ച് എന്താ പറയുക ഞങ്ങൾ സംസാരിച്ചു, ഞങ്ങൾ പിരിയുകയാണ് എന്ന് പറഞ്ഞ് അവർ പിരിഞ്ഞ് രണ്ടു വഴിക്കായി. പിന്നീട് ആണ് ഈ വിജയ് ദേവരകൊണ്ടയുടെ സിനിമകളിലൂടെ ഇവർ തെലുങ്കിൽ ഭയങ്കര സ്റ്റാർ ആവുന്നു. പിന്നെ തമിഴിൽ വന്നു, സുൽത്താൻ എന്ന് പറയുന്ന സിനിമ കാർത്തിയുടെ നായികയായിട്ട് വന്നു. അതേപോലെ തന്നെ നമ്മുടെ വിജയുടെ വാരിസ് എന്ന സിനിമ വന്നു. പുഷ്പ എന്ന് പറയുന്ന ഒരു സിനിമ തെലുങ്കില്. അത് കഴിഞ്ഞിട്ട് ആനിമല്, ഇങ്ങനെയല്ല പിന്നെ സൽമാൻ ഖാന്റെ ഒക്കെ നായികയായിട്ടൊക്കെ അഭിനയിച്ചു. അപ്പൊ ഇങ്ങനെ ഇവര് ഭയങ്കരമായിട്ട് തിളങ്ങി എന്താ പറയാ ഒരു പാൻ ഇന്ത്യ ലെവലോട്ട് എത്തി. അപ്പോഴും ഇവര് വിജയ് ദേവരകൊണ്ടയായിട്ട്, അപ്പൊ ഗോസിപ്പ് മുഴുവനും ഇവര് വിജയ് ദേവരകൊണ്ടയായിട്ട് പ്രണയത്തിലാണ് എന്ന രീതിയിലായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഇവരുടെ ഈ കല്യാണം കഴിഞ്ഞപ്പോൾ കല്യാണത്തിനോടനുബന്ധിച്ചിട്ട് ഈ പറയുന്ന രക്ഷി ഷെട്ടിയുടെയൊക്കെ സുഹൃത്തും ഇവരുടെ ആദ്യ സിനിമ, ഈ രശ്മികയുടെ ആദ്യ സിനിമ ക്രിക്ക് പാർട്ടിയിലൊക്കെ അഭിനയിച്ചിട്ടുള്ള പ്രമോദ് ഷെട്ടിയോട് ഇങ്ങനെ ചോദിച്ചപ്പോൾ, ഏതൊരു ഇന്റർവ്യൂവിൽ എന്തൊരു പ്രൊമോഷന്റെ ഭാഗമായിട്ട് ചോദിച്ചു, ഇങ്ങനെ രശ്മികയുടെ ഒക്കെ കല്യാണമല്ല പോകുന്നതിന് ചോദിച്ചു. പറഞ്ഞു എന്നെ വിളിച്ചിട്ടില്ല, വിളിച്ചാൽ പോകാമെന്നോ പോകുന്ന കാര്യം ആലോചിക്കാമെന്നോ എന്തോ പറഞ്ഞു. പിന്നെ പറഞ്ഞു എന്റെ സുഹൃത്ത് രക്ഷിട്ട് ചെറിയ കുട്ടിയൊന്നുമല്ല ഇങ്ങനെ കരഞ്ഞിരിക്കാൻ, അവന്റെ ജീവിതമായിട്ട് പോകണം എന്ന് പറഞ്ഞാൽ എനിക്കൊന്ന് രശ്മികയെ കളിയാക്കുന്ന രീതിയിൽ എന്തോ പറഞ്ഞു എന്ന് തോന്നുന്നു.
അപ്പൊ അവർക്കെതിരെ ഈ പ്രമോദ് ഷെട്ടിക്കെതിരെ വീണ്ടും ഒരു അറ്റാക്ക് വരുന്നുണ്ട്. പിന്നെ അതല്ലാതെയും ഇവർ തമ്മിലുള്ള പ്രൊമോഷൻ സമയത്തൊക്കെ എനിക്ക് വിജയ് ദേവരകൊണ്ടയും രശ്മികയൊക്കെ ഒരുമിച്ച് അഭിനയിക്കുന്ന സിനിമയുടെ പ്രൊമോഷൻ സമയത്തൊക്കെ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട് ഈ പറയുന്ന രക്ഷി ഷെട്ടിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പോൾ അതിനൊക്കെ കൃത്യമായിട്ടുള്ള എന്താ പറയാ ഒരു എന്താ പറയുക വളരെ പക്വതയാർന്ന മറുപടിയാണ് രശ്മിക കൊടുക്കാറുള്ളത്. എനിക്ക് തോന്നുന്നു ഏതൊരു ഇന്റർവ്യൂവിൽ രശ്മികയ്ക്ക് ഉത്തരം മുട്ടിയപ്പോൾ വിജയ് ദേവരകൊണ്ട നല്ലൊരു മറുപടി മീഡിയക്കാർക്ക് കൊടുത്തു എന്നൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. എന്തായാലും അവരുടെ കല്യാണം ഇപ്പോൾ അതിഗംഭീരമായിട്ടാണ് നടന്നിരിക്കുന്നത്. അതായത് നമ്മുടെ ITC മെമന്റോസ് എന്ന് പറയുന്ന ഒരു വലിയൊരു റിസോർട്ടിൽ വെച്ചിട്ടാണ്. ഇപ്പോൾ ആ ഒരു റിസോർട്ട് അതായത് രാജസ്ഥാനിലെ ഉദയംപൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഒരുപാട് വലിയ വലിയ കല്യാണങ്ങൾ, സെലിബ്രിറ്റി മാരേജും വലിയ കോടീശ്വരന്മാരുടെ കല്യാണമൊക്കെ നടക്കുന്ന സ്ഥലമാണ്. അവിടെ നടന്ന ഒരു കല്യാണം ITC മെമന്റോസ് എന്താണ് പ്രത്യേകത, അവിടെ എന്താണ് ഇത്ര ഇതെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ആൾക്കാർ അതിനെക്കുറിച്ചും സെർച്ച് ചെയ്യുന്നുണ്ട്. കാരണം വളരെ സാധാരണ എല്ലാവരെയും വിളിച്ചു വരുത്തുന്ന പോലെയല്ല, വളരെ ക്ലോസ് ഫ്രണ്ട്സ് ഒരു 100-200 220 പേര് മാത്രമായിരുന്നു അതിൽ പങ്കെടുത്തിരുന്ന കല്യാണത്തിന്. അതിൽ മൊബൈൽ കൊണ്ടുപോകാൻ പാടില്ല, കുറെ നിർബന്ധങ്ങൾ വെച്ചിരുന്നു. അത് കഴിഞ്ഞ എനിക്ക് തോന്നുന്നു കല്യാണി പ്രിയദർശൻ അതിൽ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് വലിയ സെലിബ്രിറ്റീസ് ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതെല്ലാം ഫോട്ടോസ് ഒക്കെ ഇപ്പൊ വന്നു തുടങ്ങുന്നുള്ളൂ. കാരണം അന്നത്തെ ദിവസം അധികം ഫോട്ടോസ് ഇവർ ഒഫീഷ്യലി പുറത്തുവിടുന്ന ചില ഫോട്ടോസ് അല്ലാതെ ചിലതൊക്കെ ലീക്ഡ് ആയിട്ടൊക്കെ ഉണ്ട്, എങ്കിലും അധികം ഫോട്ടോസ് ഒന്നും പുറത്തുവിട്ടുന്നില്ല. കാരണം ഈ വളരെ കോടികൾ ചെലവിട്ടിട്ട് നടത്തിയുള്ള കല്യാണമുണ്ട്. ഈ ITC എന്ന് പറഞ്ഞ മെമന്റോസിൽ അവിടെ ഞാനിപ്പോൾ അതിനെക്കുറിച്ച് സെർച്ച് ചെയ്തപ്പോൾ 117 മുറികളാണ്. അവിടെ ഏകദേശം 20,000 മുതൽ 50,000 രൂപ വരെയാണ് അവരുടെ മുറിയുടെ വാടകയുള്ളത്. ഈ ഒരു കല്യാണത്തിന് അവർ റിസോർട്ടിൽ ഏകദേശം 2.5 കോടിയുടെ എക്സ്പെൻസ് വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇതിനു മുമ്പ് പരിണീതി ചോപ്രയുടെ ഒക്കെ മാരേജ് അവിടെ വെച്ചാണ് നടന്നിരുന്നത്. എന്തായാലും ഇവരുടെ ഒരു കല്യാണം പാൻ ഇന്ത്യ ലെവലിൽ ശ്രദ്ധിക്കണം. കാരണം ഇവർക്ക് മോദി ആശംസ അയച്ചിട്ടുണ്ട്. മോദി എന്തോ ഒരു കത്ത് അയച്ചു എന്ന് പറഞ്ഞു. പിന്നെ ഇപ്പൊ ഇവര് കല്യാണമൊക്കെ ആയിട്ട് ഇവര് അമിത്ഷാനെ പോയി കണ്ടിട്ടുണ്ട്. അപ്പൊ അടിയിലും ഒരു കമന്റുകൾ ഇപ്പൊ വരും. നമുക്കറിയാം ഒരു മോദിനെയോ അമിത്ഷാനെയോ പോയി കണ്ടു കഴിഞ്ഞാൽ എന്തായിരിക്കും എന്റെ അടിയിൽ വരുന്ന കമന്റുകൾ നമുക്ക് ഊഹിക്കാവുന്നുള്ളൂ. ഞാനത് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. പിന്നെ വന്നിരിക്കുന്ന രസകരമായിട്ടുള്ള കുറച്ച് കമന്റുകൾ അവരുടെ കല്യാണം അപ്പോൾ ഇവര് ഞങ്ങൾ വെറും സുഹൃത്തുക്കളാണെന്നൊക്കെ ഇവര് പല ഇന്റർവ്യൂവിലൊക്കെ പണ്ട് പറഞ്ഞിരുന്നല്ലോ. അപ്പൊ ഇതൊക്കെ ഭയങ്കര ഓസ്കാർ ലെവൽ അഭിനയമായിരുന്നല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഒരു എന്താ പറയാ 10 മാസത്തെ ഒരു പ്രിപ്പറേഷൻ ആയിരുന്നു എന്നാണ് ഇപ്പൊ പുറത്തു വരുന്നത്. അതായത് ഇവരുടെ 3 കിലോഗ്രാം ഗോൾഡാണ് ഇവർ രണ്ടുപേരും അണിഞ്ഞിരുന്നത്. അത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഒരു 10 മാസം എടുത്തിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഇപ്പൊ പിന്നെ വീണ്ടും അതാണ് ആളുകൾ വീണ്ടും ആ രക്ഷി ഷെട്ടി ഇപ്പോ എന്താ പറയുക രക്ഷി ഷെട്ടിയുടെ അവസാനത്തെ 1-2 സിനിമകൾ അതിലൊരു ഡിപ്രഷൻ വന്നിട്ട് ഒരു കാമുകന്റെ ഒരു സ്റ്റിൽ എടുത്തിട്ടും ആ ഫോട്ടോയും ഇപ്പോഴത്തെ ഇവരുടെ രശ്മികയുടെയും വിജയ് ദേവരകൊണ്ടയും കല്യാണം കഴിഞ്ഞ ഫോട്ടോസൊക്കെ ക്ലബ് ചെയ്ത് വെച്ചിട്ടും കുറച്ച് കമന്റുകൾ വരുന്നുണ്ട്. പിന്നെ മറ്റൊരു കാര്യം പറഞ്ഞാൽ രക്ഷി ഷെട്ടിയെ കുറിച്ചുള്ള ഒരു ഗോസിപ്പ് അത് കുറച്ച് കാലമായിട്ടുള്ളതാണ്. അതൊക്കെ ഒരു വെറും ഗോസിപ്പുകൾ മാത്രമാണ്. ഇപ്പൊ അത് വീണ്ടും കുത്തിപ്പൊക്കിയതുകൊണ്ട് ഞാൻ പറയുന്നതാണ്. അതായത് രുക്മിണി വസന്ത് എന്ന് പറഞ്ഞ പുതിയൊരു നായിക വന്നിട്ടുണ്ട്. അവരും ഈ പറഞ്ഞ കന്നഡ സിനിമയിലൂടെ വന്നു. അവരിപ്പോ യഷിന്റെ നമ്മുടെ ടോക്സിക്കിലും ഒരു നായികയാണ്. അവര് സപ്ത എനിക്ക് ആ സിനിമയുടെ പേര് മറന്നു. ഒരു 2 പാർട്ടായിട്ട് വന്ന ഒരു റൊമാൻറ്റിക് ഒരു സിനിമയുണ്ട് നമ്മുടെ രക്ഷി ഷെട്ടിയുടെ. അതിൽ നായികയായിട്ടാണ് വന്നത്. അപ്പോൾ അവര് കാന്താരയിലെ നായിക, കാന്താരയുടെ ഈ രണ്ടാമത് ഇറങ്ങിയ കാന്താരയിലെ നായികയായിരുന്നു. അപ്പൊ ഒരു ഗോസിപ്പ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രുക്മിണീനെ വളർത്തിക്കൊണ്ടുവരാനായിട്ട് അവര് ഒരു പാൻ ഇന്ത്യൻ സ്റ്റാർ ആക്കാൻ വേണ്ടി രക്ഷി ഷെട്ടി ശ്രമിക്കുകയാണ്. രക്ഷി ഷെട്ടിയുമായി പ്രണയത്തിലാണ് എന്നുള്ള രീതിയിലൊക്കെ വരുന്നത്. കാരണം രക്ഷി ഷെട്ടിയുടെ സൗഹൃദ സർക്കിളിൽ രാജ്ബി ഷെട്ടിയുടെ അല്ലെങ്കിൽ ഈ പറയുന്ന ഋഷഭ് ഷെട്ടിയുടെ ഒക്കെ സിനിമയിലാണ് അവര് അഭിനയിച്ചതൊക്കെ. അപ്പോൾ അവർ തമ്മിൽ പ്രണയത്തിലാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ രക്ഷി ഷെട്ടി ഫാൻസ് മുഴുവനും രുക്മിണീനെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. രുക്മിണി അത് പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലൊക്കെ വന്നിരുന്നു. ഈ രുക്മിണിക്ക് കൂടുതൽ അവസരങ്ങൾക്ക് വേണ്ടി രക്ഷി ഷെട്ടിയാണ് ശ്രമിക്കുന്നതെന്ന്. പണ്ട് ഇതുപോലെ ഈ പറയുന്ന രശ്മികയ്ക്ക് അവസരങ്ങൾ കിട്ടാൻ വേണ്ടി രശ്മികനെ ഒന്ന് പുഷ് ചെയ്ത ആള് രക്ഷി ഷെട്ടിയാണ്. പക്ഷെ പിന്നീട് ഈ പറയുന്ന രക്ഷി ഷെട്ടീനെ ഉപയോഗപ്പെടുത്തി തന്റെ ഒരു ആവശ്യം കഴിഞ്ഞപ്പോൾ രശ്മി ഷെട്ടീനെ തട്ടി പിന്നീട് വിജയ് ദേവരകൊണ്ടയിലേക്ക് പോയി എന്നൊക്കെ പറഞ്ഞ് വളരെ മോശമായിട്ടുള്ള കമന്റുകൾ ഇവർക്കെതിരെ രശ്മികയ്ക്കെതിരെ വരുന്നുണ്ട്. പിന്നെ ഇവർ തമ്മിൽ ഭയങ്കര ഏജ് ഡിഫറൻസ് എന്തോ ഉണ്ടായിരുന്നു. അതായത് രശ്മികയ്ക്ക് 21 വയസ്സുള്ളപ്പോഴാണ് അന്ന് 34 വയസ്സുകാരനായ രക്ഷിറ്റിനായിട്ടുള്ള ഒരു എൻഗേജ്മെന്റും പ്രണയവും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പൊ ഇത്ര ഏജ് ഡിഫറൻസ് ഉണ്ട്. പക്ഷെ വിജയ് ദേവരകൊണ്ടയായിട്ട് അത്ര ഏജ് ഡിഫറൻസ് ഇല്ലാന്ന് തോന്നുന്നു. എക്സാക്ട്ലി എനിക്കറിയില്ല. എന്തായാലും ഇങ്ങനെ ഇപ്പൊ പല കമന്റുകൾ വരുന്നുണ്ട്. ഇനിയിപ്പോ അടുത്തത് കല്യാണം കഴിഞ്ഞാൽ പൊതുവെ നായികമാർക്ക് ഒരു ഡിമാൻഡ് കുറയും എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ നയൻതാരയ്ക്കൊക്കെ ഇപ്പോഴും നല്ല ഡിമാൻഡ് തന്നെയാണ്. കീർത്തി സുരേഷ് മാരേജ് കഴിഞ്ഞിട്ട് ഇപ്പോഴും നന്നായി സജീവമായിട്ട് അഭിനയിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പൊ എന്തായാലും ഇനിയിപ്പോ രുക്മിണിനെ വളർത്തിക്കൊണ്ടുവരാനാണ് രക്ഷി ഷെട്ടി അവിടെ നോക്കുന്നത് എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇവര് തമ്മിൽ ഒരിക്കലും ഓപ്പൺ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ കുറ്റപ്പെടുത്തിയിട്ടില്ല. രക്ഷിത്തായാലും രശ്മികയായാലും ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഇവർ ഒരിക്കലും കുറ്റപ്പെടുത്തി സംസാരിച്ചിട്ടില്ല. പക്ഷെ ഈ പറയുന്ന ഒരു ഫാൻസുകാരോ അല്ലെങ്കിൽ ഇവരുള്ളവരൊക്കെ തമ്മിൽ
അങ്ങോട്ടും ഇങ്ങോട്ടും, കാരണം രക്ഷി ഷെട്ടി കന്നഡയിലെ ഒരു സ്റ്റാറാണ്, ഇപ്പുറത്ത് തെലുങ്കിലെ സ്റ്റാറാണ് വിജയ് ദേവരകൊണ്ട. അപ്പൊ എന്തായാലും രണ്ട് ഫാൻസുകാർ തമ്മിലൊരു ഫൈറ്റ് എന്തായാലും വരുമായിരിക്കും. അതെന്തായാലും എന്റെ വഴിക്ക് പോട്ടെ. പിന്നെ ഈ രുക്മിണിയാണോ ഈ പറയണ നമ്മുടെ ലക്ഷ്മിക്കാണോ മികച്ച നടി, അല്ലെങ്കിൽ ആരാണ് എന്നുള്ളത് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ നമുക്ക് കമന്റ് ചെയ്യുക. പിന്നെ ഇതുപോലത്തെ സോഷ്യൽ മീഡിയ അറ്റാക്കുകൾ അത് എത്രത്തോളം ഇവരുടെയൊക്കെ ലൈഫിനെ, നമ്മുടെ ഓരോരുത്തരുടെയും ലൈഫിനെ അത് ബാധിക്കുന്നതാണ്. ഒരു പഴയ ഹിസ്റ്ററി വീണ്ടും കുത്തിപ്പൊക്കി എടുത്തു കൊണ്ടുവന്ന് വീണ്ടും ഇതുപോലെ മോശക്കാരനോ മോശക്കാരിയോ ആക്കുന്നതൊക്കെ ഒരു മോശം പ്രവണതയല്ലേ? അതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമന്റ് ചെയ്യുക.